ഹലോ, ലല്ലുമാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞങ്ങൾ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണേ. അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഞാൻ ഇറച്ചിയൊക്കെ കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് വഴിക്കുന്ന് കഴിക്കാനുള്ള ചോറൊക്കെ പൊതി കെട്ടിയെടുത്തു. പിന്നെ ഇതാ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് പപ്പയ്ക്കും മമ്മിക്കൊക്കെ സ്തുതിയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങുവാണേ. പോകുമ്പോൾ വലിയൊരു വിഷമമാണ്. വന്നിട്ട് പോകാമെന്ന് പറയുന്നത്, നാട്ടിൽ നിന്ന് വന്നിട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ്. അപ്പോൾ നമ്മൾ വീടിനോടും പപ്പയുടെ മമ്മിയുടെ ഒക്കെ ബായ് പറഞ്ഞ് ഇതാ പോകുന്നു. ബിജുവേട്ടനാണ് നമ്മുടെ സാരഥി. അപ്പം മുത്തങ്ങ കാടുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ കർണാടക ബോർഡർ ഇതാ കടന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ആനിമൽസിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് മാനുകളെ മാത്രമേ കണ്ടുള്ളൂ. ഒത്തിരി നേരത്തെ ആയതുകൊണ്ടായിരിക്കും, വെളുപ്പിന് 6:45 ആ ടൈമല്ലേ. പിന്നെ നമ്മൾ കുറച്ച് ആനക്കുട്ടന്മാരെ കണ്ടു. ഇതേ അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും ഉണ്ട്. പിന്നെ കാടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ ബാക്ക് ടു ദുബായ് പാർട്ട് 2 ആണേ. അപ്പം നമ്മൾ പോണ വഴിക്ക് നല്ലോണം വിശന്നു. നേരത്തെ പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് നല്ല ഇഡ്ഡലി, നെയ് റോസ്റ്റ്, പൂരി, വട, ചായ, കോഫി എല്ലാം കഴിച്ചു. പിന്നെ ഇതാ അവിടെ ഒരു ചേച്ചി കോലം ഇടുന്നുണ്ട്. എല്ലാ ഷോപ്പിൻ്റെ ഓൾമോസ്റ്റ് മുമ്പിലൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് പോകുന്ന വഴിക്ക്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് ഇതാ ജിയന്നയ്ക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ, ഛർദ്ദിക്കാൻ വേണ്ടി ഭയങ്കര അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു സ്പ്രൈറ്റ് വാങ്ങി. അത് വാങ്ങിയതോട് കൂടി അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കേട്ടോ. അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് അവളുടെ വൊമിറ്റിങ്. പക്ഷെ ഞങ്ങൾ രാവിലെ വരുന്ന വഴിക്ക് സാബിച്ചിനും ജിയന്നെയും മാക്സിമം വൊമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇതാ പിന്നെ നമ്മുടെ ടോൾ ഗേറ്റ് വന്നു. കുറേ ടോൾ ഗേറ്റുകളുണ്ട് കേട്ടോ. ബാംഗ്ലൂർ നല്ല റോഡാണ്, അതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ ടോൾ ഗേറ്റും ഉണ്ട്. പിന്നെ സാബിച്ചൻ്റെയും ജിയന്ന കുട്ടിയുടെയും ഡാൻസൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു.